എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു കടല റോസ്റ്റാണ് കാണിക്കുന്നത്. ഒരു നാടൻ റോസ്റ്റ്, നവരത്ന പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ കടല കുതിർത്തി എടുത്തതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് സവാള, കറിവേപ്പില എന്നിവ ചേർത്ത് 4 വിസിൽ വരുന്നവരെ വേവിക്കാം. ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി നന്നായി വഴണ്ടി വരുമ്പോൾ 2 മീഡിയം സവാള ചേർത്ത് വഴറ്റുക. ഒരു നുള്ളു ഉപ്പോ ഒരു നുള്ളു പഞ്ചസാരയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് വഴറ്റുക കേട്ടോ. പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. അത് നന്നായി വഴറ്റുക. നല്ല മണം വരുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ മസാല പൗഡർ ചേർക്കുക. പിന്നെ 2-3 കുരുമുളക്. ഇതൊക്കെ ഓപ്ഷണലാണ്. എരിവ് അധികം വേണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ചേർക്കണ്ട. പിന്നെ ചിരകിയ തേങ്ങ, അത് നന്നായി ഒരു 1/4 മുറി തേങ്ങ മതിയാവും. അത് നന്നായി റോസ്റ്റായി വരുമ്പോഴേക്കും ഈ മസാല എല്ലാം മിക്സ് ചെയ്ത് റോസ്റ്റ് ആക്കുക. അതിലേക്ക് തക്കാളി, 1 തക്കാളി, 2 തക്കാളി മൊത്തം എടുത്താണ്. അതിൽ 1 തക്കാളി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് തക്കാളി അധികം വേണ്ടെന്നുണ്ടെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. അപ്പോൾ കളറിന് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. ഈ തക്കാളി ചേർത്ത് നന്നായി വഴണ്ടി വന്നിട്ട് തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി വയ്ക്കാം. പിന്നെ അറിയാലോ, അവരിന്ന പുട്ട് നല്ലൊരു വെജിറ്റബിളൊക്കെ ചേർത്തതാണ്. അതും ഞാൻ ഇതിൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് എല്ലാവരും കാണണം കേട്ടോ. കടല നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കുക. പിന്നെ ഇതിൽ നിന്നുണ്ടല്ലോ കുറച്ച് തക്കാളി, പച്ചമുളക് വേണമെങ്കിൽ എടുത്താൽ മതി. നമ്മൾ അതും കൂടി കുറച്ച് കടലയും കൂടി ചേർത്ത് പേസ്റ്റാക്കി മസാലയിലേക്ക് ചേർത്ത് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ റോസ്റ്റ് നന്നായി വന്നിട്ടുണ്ട്. നന്നായി എണ്ണ തെളിഞ്ഞ് ഇപ്പോൾ കളർ നോക്കുക. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇനി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഉണ്ടാക്കി നോക്കി എല്ലാവരും മല്ലിച്ചപ്പിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.